നല്ലൊരു ഇന്റർവ്യൂ പറയാനൊന്നുമില്ല. 2025 അവസാനിക്കുന്നു. 2026 ഞങ്ങൾ അതിശക്തമായ സന്തോഷത്തോടെ എല്ലാ ആഹ്ലാദപരമായ ചിന്താഗതിയിലൂടെ ഞങ്ങൾ 2026 വരവേൽക്കാൻ പോവാണ്. അതിന്റെ തുടക്കമായി ആദ്യം കമ്പിത്തിരി നിങ്ങളെ പരിചയപ്പെടുന്നു. ഇവരെ കൂടെ പരിചയപ്പെടുത്തി. ഇവരൊക്കെയാണ് ടീമാണിത്. അരുണിന്റെ പറയണേ അരുണിന്റെ പിള്ളേരാണ് അതില്. അരുണിന്റെ പേരൊക്കെ പരിചയപ്പെടുന്നത് നീ പരിചയപ്പെടുന്നത്. ലൈറ്റ് പോയതാണ്. ലൈറ്റ് ഓക്കെ. അപ്പം നമ്മള് വരുന്ന പുതുവത്സര പദ്ധതിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഈ കമ്പിത്തിരി പ്രത്യേകത ഇത് 240 രൂപയാണ് ഈ ഒരു ബോക്സിന്. ഏകദേശം 10 കമ്പിത്തിരിയോളം ഇതിനകത്തുണ്ടാവും. അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സുപരിചിതമായ ഓലപ്പടക്കമാണ്. ഒരു ഓലപ്പടക്കത്തിന് 10 രൂപയാണ്. ഏകദേശം 200 എണ്ണോളം നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുണ്ട്. അടുത്തത് ഇപ്പോൾ ഉള്ള വിവിധ വർണ്ണാഭരണമായ കുറ്റിപ്പടക്കമാണ്. ഈ കുറ്റിപ്പടക്കം ഇത് വിവിധ വർണ്ണങ്ങൾ വരുന്നതാണ്. പിന്നെ പ്രധാനി, നമ്മൾ ഏതൊരു ഫംഗ്ഷന്റെ പ്രധാനിയാണ് ഗുണ്ട്. ഈ ഗുണ്ടിന്റെ പ്രത്യേക വിലയെന്ന് പറയുന്നത് ഒരു ഗുണ്ടിന് 25 രൂപയാണ്. അത്രയും ഏകദേശം 3, 3, 6, 3, 9, 3, 12 ഗുണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പുതുവത്സരം, പുതിയ വർഷത്തെ നമ്മൾ 12 മണിക്ക് അതിശക്തമായ സന്തോഷത്തോടെ നമ്മൾ ഈ കുറ്റിപ്പടക്കം ഇതാണ് ഐറ്റം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവിധ വർണ്ണങ്ങൾ ആകാശത്ത് ഉണ്ടാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നല്ല ശബ്ദവുമാണ്. അതിലുപരി ഏറ്റവും സുഖമെന്ന് കേൾക്കാൻ സുഖമുള്ളത് ഇതിന്റെ വിലയാണ്. 3000 രൂപയാണ് ഈ ഒരു ബോക്സിന്റെ വില. ഓക്കെ, അപ്പോ നമ്മൾ ഇത്തവണത്തെ പരിപാടി കളറാക്കുന്നു. അപ്പൊ ബാക്കിയെല്ലാം ഞങ്ങൾ ചുരുട്ടിയിട്ട് ബാക്കി പൊട്ടിക്കല്ലേ? പിന്നെ തകർക്കുമല്ലേ? എത്ര മണിക്ക് പൊട്ടിക്കുന്നത്? 12 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴെയിട്ട് പൊട്ടിക്കും, അല്ല കത്തിച്ച് പൊട്ടിക്കും. അങ്ങനെ ഇപ്പൊ കറക്റ്റ്. പടക്കക്കടയിലെ തിരക്കല്ലേ? അതെ അതെ. അപ്പൊ ഞങ്ങളുടെ കൂട്ടുകാരനോടെ പടക്കം മേടിക്കാൻ നിൽക്കുകയാണ്. എന്താ കഴിക്കാൻ? എന്താ മേടിക്കും? കഴിക്കാൻ പൊറോട്ട ചിക്കൻ മേടിക്കാൻ ഒരു പൈസ. ചിക്കൻ കറിയോ? നീ പൈസ ഇല്ലെന്ന് പറയാതെ. ചിക്കൻ കറിയോ? ഫ്രൈ മേടിക്കും. 200 രൂപയുടെ ഫ്രൈ. അളിയ എന്തുവാ ഈ പടക്കമായ? നല്ല തിരക്കാം. ഈ വർഷത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പൊളിക്കട്ടെ. അപ്പം ഞങ്ങൾ പടക്കം പൊട്ടിച്ചിട്ട് പൊളിക്കാൻ പോവാണ്. ഞങ്ങളെ തേച്ചവർക്ക് വേണ്ടിയായിരിക്കും ആദ്യത്തെ പടക്കം. മെയിനാണ് ഇപ്പൊ നോട്ടായി. ഞങ്ങളുടെ കൂട്ടുകാരനായ പ്രമോദ് കുമാർ CP ഇവിടെ നിൽപ്പുണ്ട്. ഇരുട്ടായോട് കാണുന്നില്ല. ഞാൻ ഇവിടെ അളിയ പ്രമോദൻ. അപ്പൊ ബാക്കിയൊക്കെ ഇരുട്ടായി പോയി. വെട്ടം വന്നിട്ട് പൊറോട്ടയും ചിക്കൻ 65, ചില്ലി ഗോബി അത് ബീഫ് സൗണ്ടാക്കാം. നീ ഇതായിട്ട് അശാനെ നമ്മള് ന്യൂ ഇയർ ആയിക്കൊണ്ട് ഗുണ്ടാണ്, പടക്കമല്ല ഗുണ്ട്, ചെറിയൊരു ഗുണ്ട് നോക്കാം. സ്വയം സാധനമായിരുന്നു. 2025 അടിപൊളി എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത്രയും നല്ലൊരു പരിപാടി. കാരണം വെച്ചാൽ എന്താ അറിയോ, നല്ല സുഹൃത്തുക്കൾ കൂടുമ്പോഴുള്ള പരിപാടി. പറഞ്ഞ വാക്ക് തീർക്കണം. നല്ല സുഹൃത്താണോ? അങ്ങനെ ഒഴിവാക്കി എന്താ ചെയ്യാൻ പറഞ്ഞു.
കത്തി പൊട്ടിയില്ലെങ്കിൽ എന്നെ അത് പൊളിച്ച് കേട്ടോ 19 ഇവന് മുഴുവൻ നീറുകയല്ലേ അത് പൊളിച്ച് അതൊരു പടക്കമായിരുന്നു. ഞാൻ പേടിച്ചില്ല അത് മനസ്സിലായി, അത് മനസ്സിലായി. എടാ പൂത്തിനടുത്ത് കത്തിക്ക് എന്തി നമുക്ക് ആ കമ്പിത്തിരി കെട്ടി ഇങ്ങനെ ഡാൻസ് കളിച്ചാലോ ആ അത് കൊള്ളാം നിന്റെ ഡാൻസ് എടുത്തോണ്ടോ. ഹാപ്പി ബർത്ത്ഡേ നെക്സ്റ്റ് സാധനം മാറിപ്പോയി മുത്തേ വാ ഒന്ന് കത്തിക്കണം നിന്റെ അതേന്ന് ഷോട്ട് കത്തിക്ക ഓക്കെ മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ മ്യൂസിക് കേട്ടില്ലേ സംഭവം അടിപൊളിയായി അത് കൊള്ളാം കേട്ടോ. ഓർമ്മ കൂടെ അവൻ്റെ അടുത്ത് കൊടുത്തു. അവനൊന്നും വെടിക്കട്ടായിരുന്നു. എടാ നാളെ ഇതല്ലാതെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ നെറ്റ് മുഴുവൻ വരും യൂട്യൂബിൽ വരണം കേറാ പോവേണിയെ കൂടെ എന്റെ ഉറങ്ങിയാ മതി എന്റെ ദൈവമേ കത്തിക്കും ഹാപ്പി ന്യൂ ഇയർ പൊട്ടിക്കാനുള്ള സാധനം താഴെ ഇരിക്കുക ഞാനല്ല ഈ കൊച്ചി ഇറക്കണ കൂട്ടത്തില് രാജീവ് ഇപ്പൊ ഞങ്ങളെ ആകാശത്ത് പോയി പൊട്ടിയ സാധനമാണ്. അളിയാ തുറന്നു കാണിച്ചേ, പൊട്ടി തീർന്ന സാധനം. അത് തുറക്കാൻ അറിയത്തില്ല. അപ്പൊ പിന്നെ ഇതുവഴിയാ മേലോട്ട് പോയത്. കണ്ടോ 2026 ഞങ്ങള് സന്തോഷം. ഇത്രയും കുറ്റി 30 കുറ്റിയാ പൊട്ടിച്ച 30 കുറ്റി 30 എണ്ണം അറിയാ. അമ്പലപ്പറമ്പിൽ പൊട്ടുന്ന സാധനം. അമ്പലപ്പറമ്പില് നമ്മുടെ കളി 50 എണ്ണം വരാം, ബാക്കി 20 എണ്ണം ഞങ്ങള് വീഡിയോ കിട്ടിയില്ല. ഒന്നും കാണുന്നില്ല സുഹൃത്തുക്കളെ. ഇപ്പൊ സമയം എത്ര ഐഡിയ? സമയം എന്താ ഒരു പിടിയില്ല. 1 മണി കഴിഞ്ഞോ? സമയം 1 മണിയല്ല, ഒരു സെക്കൻഡ്. 2 മണിയായി. ഞങ്ങൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഗതികേടെന്ന് പറഞ്ഞാൽ പരമ ഗതികേട്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇരുട്ടായതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല, എന്നാലും കാണിച്ചു തരാം. അയ്യോ ഫ്ലാഷ് ഇടാം, ഒന്നിക്കടാ. ഞങ്ങളുടെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കി.
അളിയ ഉപ്പ് കിട്ടി തൂക്കിയാല് എടാ അതെ ഞങ്ങളെ ഉപ്പ് കെട്ടി തൂക്കാൻ പോവാ കണ്ടോ സത്യം കിടക്കുക അപ്പൊ ഉപ്പ് കെട്ടി തൂക്കാം അല്ലേ നീ എണ്ണി 2 മണിക്കത്തെ പരിപാടിയാ രാത്രി 2 മണിക്ക് കണ്ണം പറഞ്ഞല്ല ക്ലോക്ക് കാണിക്കാൻ നീ ക്ലോക്ക് കാണിച്ചു സമയം 1:30 ഉപ്പ് ഇനി എവിടെ പോയത് അപ്പൊ ഉപ്പ് പൊടിയോളല്ലോ ഉപ്പ് പൊടി വായിലിടാല്ലേ ഉപ്പിൻ്റെ വെള്ളമാണ് ഞങ്ങളുടെ കിട്ടിയത് ഉപ്പിൻ്റെ വെള്ളമാണ് നീ അത് മൊത്തത്തെ കമത്ത് ഉപ്പ് പൊടിയെ കണ്ടു അറിയണം ഇത് ചത്താലും അറിയത്തില്ല. ഈ ഒരു കാര്യം എന്താ ജന്മമാണ് ഇത്? ഒഴിക്കില്ലേ മൂക്കിലൊക്കെ പോകുന്നു. ചത്തോ ഇല്ലയോ ഒരു പിടിയില്ല. നീ ആ മണ്ണെണ്ണ എടുത്തോണ്ട് തന്നെ മണ്ണെണ്ണ പിടിക്കാം. ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാം. ഇത് കുംഭകർണൻ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. രാത്രി 2 മണിയായിട്ട് ഉപ്പ് വായിക്കാത്ത കോരി ഒഴിച്ചിട്ടുണരുന്നില്ലെന്ന് പറയാം. ഇതൊരാപാലയെന്നോ നിങ്ങൾ കേൾക്കുന്നു വേണ്ട അടുത്ത് കേൾപ്പിക്കാം. വേണ്ട വേണ്ട ഉണ്ടോ ഇതിനെന്തോ മറുപടി പറയാന്. അപ്പം ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.